പുരയിൽ വെറുതെ ഇങ്ങനെ ഇരുന്ന് എവിടെയെങ്കിലും ചായ കുടിക്കാൻ പോയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ വീട്ടിലാരും വരില്ലെന്ന് ഉറപ്പാണ്. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മയും കൂടി പോവാട്ടോ. സ്ഥലം എന്ന് പറയുന്നത് ചേലിയാണ്. ഓളം ഉമ്മൻ്റെ വീടിൻ്റെ അടുത്താണ്. പോക്കറിയാം, ഞാനിതുവരെ പോയിക്കില്ല. ഓളും ഉമ്മയും പോയിക്കണ്. ആ സമയത്ത് ആ സ്ഥലം അങ്ങനെ ആർക്കും അറിയില്ല, കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയുള്ളൂ. പിന്നെ അവിടെ അങ്ങനെ പണി നടന്നുകൊണ്ടിരിക്കുന്നൊരു സമയമായിരുന്നു. ഇപ്പം അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിറച്ച് തിരക്കാണ്. അവിടെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഫീ കയറാണ്ടിട്ട് പാസോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അന്ന് അങ്ങനെ ഒന്നുമില്ലേനും. അന്ന് ഞങ്ങൾ പോയത് അന്നാണ് സത്യം പറഞ്ഞാൽ കയാക്കിങ് ഉണ്ട്. ഇപ്പോൾ അവിടെ നല്ല പൈസ ഒക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അന്ന സമയത്ത് അതൊന്നും ഇല്ലായിരുന്നു. ചായപ്പീടി ഉണ്ട് ഇപ്പം, പക്ഷെ ചായപ്പീടി അന്ന് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. ഞങ്ങൾ അവിടെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്. പിന്നെ കയാക്കിങ് അന്ന് ഒരു ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതൊന്നും അതിൻ്റെ പിറ്റേന്നാണ് സ്റ്റാർട്ടിങ്. അങ്ങനെ ഞങ്ങൾ ചായക്ക് പൊരിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടുവരുന്നേ ഉള്ളൂ വേറൊരു സ്ഥലത്തുനിന്ന്. അങ്ങനെ ഒരു പഴംപൊരി, പിന്നെ 2-3 പഴംപൊരിയും ഒരു പരിപ്പ് വടയും വാങ്ങി. പഴംപൊരി അടിപൊളിയായിരുന്നു. അങ്ങനെ ചായ അവിടെ എല്ലാം ഉണ്ടാക്കി കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അപ്പുറത്തുനിന്ന് കൊണ്ടുവരും കേട്ടോ. ഒരു വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരികയാണ്. അങ്ങനെ ചായ നല്ല അടിപൊളി ചായയൊക്കെ ആയിട്ട് അവിടെ അങ്ങനെ ഇരിക്കാൻ സ്ഥലമൊന്നുമില്ല. ഞങ്ങളവിടെ അങ്ങനെ വെച്ച് കുടിച്ച്. പിന്നെ അവിടെ എന്തോ കയറിയിരിക്കുന്ന സ്ഥലമുണ്ട്, പക്ഷെ അതിങ്ങനെ ആടി കളിക്കും. എനിക്ക് പേടിയോടെ അതിൽ കയറിയില്ല. പിന്നെ തിരിച്ച് വരുമ്പോഴാണ് ഈ സംഗതികളൊക്കെ ഞങ്ങൾ കാണുന്നത്. ഇവിടെ ഒരു സെറ്റപ്പ് ഉള്ളത് കാരണം ഞങ്ങൾ നേരെ അങ്ങോട്ടങ്ങ് ഇറങ്ങി, ഇത് കണ്ടില്ല. അങ്ങനെ അവിടെ എത്തിയപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മറ്റേ കല്ലുമ്മക്കായ ഉണ്ടായിരുന്നു, കല്ലുമ്മക്കായ വാങ്ങി. രണ്ടാൾ കല്ലുമ്മക്കായ വാങ്ങി. അപ്പോഴേക്കും മീൻ പിടിക്കേണ്ടിയിട്ട് വന്നു കേട്ടോ തോണിയിൽ. അങ്ങനെ നല്ല വ്യൂ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഏകദേശം ഇരുടായി വന്നു. അങ്ങനെ രണ്ടാളും കല്ലുമ്മക്കായ വാങ്ങി. ഞാനൊരു പഴംപൊരിയും വാങ്ങി കേട്ടോ. എനിക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അതന്നെ വാങ്ങി. പിന്നെ സത്യം പറഞ്ഞത് കുറേ ദിവസം മുന്നേ ഉള്ളതാണ്. കുറേ ദിവസം വെച്ചാലും എനിക്കൊന്നൊരു 1.5 മാസം മുന്നേ ഉള്ളതാണെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് പിന്നെ അവൾക്ക് മീൻ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് മീനൊക്കെ വാങ്ങി ഞങ്ങൾ പുരയിലെത്തി. പിന്നെ പുരയിൽ സംഘം ഉണ്ടായിരുന്നു. സംഘം എന്താണെന്ന് എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല. അങ്ങനെ അവിടെ കുറച്ച് കുട്ടികളൊക്കെ വന്നിനും. അങ്ങനെ മോനെയൊക്കെ കളിപ്പിച്ച്. പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഡാൽഗോണ കോഫി ഉണ്ടാക്കി കുടിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ അതൊക്കെ കുടിച്ച് അന്നത്തെ ഒരു ദിവസം അവസാനിപ്പിച്ചിട്ടോ. കോഫിയും ചായയൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബായ്.